അതായത് അവർക്ക് സ്വന്തമായിട്ട് എങ്ങനെ ഫണ്ട് ചെയ്യാം, ഒരു പടം ഒരു മൂവി എങ്ങനെ അവർക്ക് ഓണാക്കി എടുക്കാം ഫണ്ടിങ് ചെയ്ത്. അതായത് പോസ്റ്റ് റിലീസ് മാത്രമേ ഞങ്ങൾക്ക് ഫണ്ട് തരാൻ പറ്റത്തുള്ളൂ, നിങ്ങൾക്ക് ഇതിനകത്ത് സഹകരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക. അത് ഓക്കെ ആണെങ്കിൽ ആർട്ടിസ്റ്റിനെയും നിങ്ങൾക്ക് ഓൺബോർഡ് എടുക്കാം. ഇല്ലെങ്കിൽ ടൈം ഡയറക്ടേഴ്സ് ആണെങ്കിൽ ഇത് നടക്കാനുള്ള ചാൻസസ് വളരെ വിരളമാണ്. എപ്പോഴും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് പരിചയമുള്ള പ്രൊഡക്ഷൻ ബാനറിലെടുത്ത് നല്ല ബാനർ എടുത്ത് സംസാരിച്ച് ജോയിൻ്റ് ആയിട്ട് പടം ചെയ്യാൻ വേണ്ടി നോക്കുക. വെൽക്കം ബാക്ക് ടു ദി ചാനൽ ഫ്രണ്ട്സ്. അപ്പം ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്, എനിക്കൊരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഐ ബിലീവ് ഇറ്റ്സ് എ ഡയറക്ടേഴ്സ് ടീം. അതായത് അവർക്ക് സ്വന്തമായിട്ട് എങ്ങനെ ഫണ്ട് ചെയ്യാം, ഒരു പടം ഒരു മൂവി എങ്ങനെ അവർക്ക് ഓണാക്കി എടുക്കാം ഫണ്ടിങ് ചെയ്തിട്ട്. അപ്പം ഇത് അവർക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. മറ്റേ പ്രൊഡ്യൂസേഴ്സിനും ഇത് കേൾക്കാവുന്നത്, അത് പ്രൊഡ്യൂസറായി മാറുന്നത് എങ്ങനെയാണെന്നല്ല ചോദിച്ചത്. അപ്പം കുറച്ച് ഏരിയാസ് ഞാൻ കവർ ചെയ്യാം. എന്തൊക്കെ തരം ഫണ്ടിങ്ങുകൾ സിനിമയ്ക്ക് അവൈലബിൾ ആണെന്നുള്ളത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ ഫസ്റ്റ് ഒന്നാമത്തേന്ന് പറഞ്ഞാൽ സിൻഡിക്കേഷൻ ഫണ്ടിങ് ഇതിനു മുമ്പ് ഞാൻ എപ്പിസോഡിൽ കവർ ചെയ്തിട്ടുണ്ട്. അത് ഡയറക്ടർ ആയാലും പ്രൊഡ്യൂസർ ആയാലും ആരായാലും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്ത് നിങ്ങൾക്ക് പടം ചെയ്യാം. അപ്പം നിങ്ങൾക്ക് പടം ചെയ്യുമ്പോൾ ചിലപ്പം ഉദാഹരണം പറഞ്ഞാൽ ഒരു 3-4 കോടി രൂപയുടെ പടം നിങ്ങൾ ചെയ്യാൻ ഇറങ്ങുമ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പറ്റുന്ന ഒരു ടെക്നിക്കൽ ലൈനപ്പ് നിങ്ങൾ സെറ്റ് ചെയ്യുക. ടെക്നീഷ്യൻസ്, അതായത് ക്രൂ വേണമല്ലോ. അപ്പോൾ നിങ്ങൾ ക്രൂവിനെ സെറ്റ് ചെയ്യുക, ക്രൂവിനെല്ലാം ഒരു റെമ്യൂണറേഷൻ സംസാരിക്കുക. പക്ഷേ ഈ റെമ്യൂണറേഷൻ നിങ്ങൾ പോസ്റ്റ് റിലീസേ കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് കോൺട്രാക്ട് സെറ്റ് ചെയ്യുക. ഇത് ഒന്ന്. രണ്ടാമത്തെ, നിങ്ങൾക്ക് പരിചയമുള്ള ആർട്ടിസ്റ്റുകളുണ്ടെങ്കിൽ ഇതേ മോഡൽ അവരുടെ അടുത്തും സംസാരിക്കുക. അതായത് പോസ്റ്റ് റിലീസ് മാത്രമേ ഞങ്ങൾക്ക് ഫണ്ട് തരാൻ പറ്റത്തുള്ളൂ, നിങ്ങൾക്ക് ഇതിനകത്ത് സഹകരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക. അത് ഓക്കെ ആണെങ്കിൽ ആർട്ടിസ്റ്റിനെയും നിങ്ങൾക്ക് ഓൺബോർഡ് എടുക്കാം, ഇല്ലെങ്കിൽ ആർട്ടിസ്റ്റിൻ്റെ പേയ്മെൻറ്റ് നിങ്ങൾ കരുതേണ്ടതാണ്. പിന്നെ ടെക്നിക്കൽ ക്രൂ, ക്യാമറയ്ക്ക് നല്ലൊരു പടം നിങ്ങൾ എടുക്കാൻ ഇറങ്ങുമ്പം ഒരു 15 ലക്ഷം രൂപ നിങ്ങൾക്ക് ക്യാമറ റെൻറ്റും പ്ലസ് ബാറ്റയും വരും. അപ്പോൾ ഈ ക്യാമറ റെൻറ്റ് നിങ്ങൾക്ക് പരിചയമുള്ള ക്യാമറ ടീംസ് ഉണ്ടെങ്കിൽ, യൂണിറ്റ്സ് ഉണ്ടെങ്കിൽ, യൂണിറ്റിൻ്റെ കാശ് സെപ്പറേറ്റ് ആണ്, അതും ഒരു 15 ലക്ഷം കൂട്ടിക്കും. അപ്പോൾ ഈ 15-30 ലക്ഷം രൂപ നിങ്ങൾ യൂണിറ്റിനും ക്യാമറയ്ക്കും കരുതുന്ന അത് നിങ്ങൾ പോസ്റ്റ് റിലീസ് സംസാരിക്കുക. പോസ്റ്റ് റിലീസ് പൈസ തരാം എന്നുള്ള രീതിയിൽ അഗ്രിമെൻറ്റ്, അത് നിങ്ങൾക്ക് വളരെ പരിചയമുള്ള ആൾക്കാർ മാത്രമേ അങ്ങനെ നിങ്ങൾക്ക് തരുള്ളൂ. പക്ഷെ അന്നേരവും നിങ്ങൾ ബാറ്റ മസ്റ്റായിട്ട് പേ ചെയ്തിരിക്കും. എവറി സാറ്റർഡേ യു ഹാവ് ടു പേ ബാറ്റ. ബാറ്റ എന്ന് പറയുന്നത് 2 യൂണിറ്റും ക്യാമറയും കൂടെ ഒരു മാസത്തെ ഷൂട്ടാണെങ്കിൽ ഒരു 8 മുതൽ 10 ലക്ഷം രൂപ വരെ നിങ്ങൾ കരുതിയിരിക്കണം. അപ്പോൾ ഇങ്ങനെ സിൻഡിക്കേഷൻ ചെയ്ത് നിങ്ങൾ ഫണ്ട് അറേഞ്ച് ചെയ്തു പ്രൊഡക്ഷന് വേണ്ടിയുള്ളത്. അതായത് ഞാൻ പറയുന്നത് ഫുഡ്, ഡെയിലി എക്സ്പെൻസ്, ജനറേറ്റർ, യൂണിറ്റ്, ക്യാമറ, ഇവർക്കുള്ള ബാറ്റ, ഇതെല്ലാം നിങ്ങൾ ചെയ്തു. പക്ഷേ എന്നാലും നിങ്ങളുടെ കയ്യിൽ ഒരു 4 കോടി രൂപയുടെ പടമാണ്, എല്ലാവരും റെമ്യൂണറേഷൻ ഡിഫേർഡ് ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിലും നിങ്ങളൊരു 1.5 CR നിങ്ങൾ കണ്ടെത്തേണ്ടി വരും. അതായത് ആ പടം തുടങ്ങി തീർക്കാൻ വേണ്ടി, തീർത്തതിന് ശേഷം ബാക്കിയുള്ള ബിസിനസ്സുകൾ സംസാരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ടൈം ഡയറക്ടേഴ്സ് ആണെങ്കിൽ, അതായത് ഈ ഫീൽഡിൽ വലിയ പരിചയമില്ലാത്ത ആൾക്കാരാണെങ്കിൽ, ഫസ്റ്റ് ടൈം ഡയറക്ടേഴ്സ് ആണെങ്കിൽ ഇത് നടക്കാനുള്ള ചാൻസസ് വളരെ വിരളമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഫസ്റ്റ് ടൈം ഡയറക്ടേഴ്സും ടെക്നിക്കൽ ക്രൂ ആണെങ്കിൽ ഈ ആർട്ടിസ്റ്റും ക്യാമറ യൂണിറ്റ്സും ഒന്നും നിങ്ങൾക്ക് പോസ്റ്റ് റിലീസ് തരാൻ കൂട്ടാകത്തില്ല. നിങ്ങൾ ഇൻഡസ്ട്രിയിൽ ഒരുപാട് വർഷം വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൻ്റെ പേരിൽ ചിലപ്പോൾ അവർ സമ്മതിച്ചിരിക്കും. പക്ഷേ അല്ലെങ്കിൽ അത് വർക്കൗട്ട് ആവാൻ ചാൻസ് കുറവാണ്. പിന്നെ റിസ്ക് ഫാക്ടേഴ്സ് ഹൈ ആണ്. ഇത് നിങ്ങളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഫസ്റ്റ് ടൈം പ്രൊഡ്യൂസർ ആയാലും ഫസ്റ്റ് ടൈം ഡയറക്ടർ ടേൺഡ് പ്രൊഡ്യൂസർ ആണെങ്കിലും നിങ്ങൾ ഫണ്ട് കളക്ട് ചെയ്യാൻ ഇറങ്ങുമ്പം ആൾക്കാരുടെ ചിന്താഗതി, അതായത് ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന, അതായത് ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരുടെ ചിന്താഗതി എന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് മൂവിക്ക് റിസ്ക് ഹൈ ആണ്. എടുത്ത് പരിചയമില്ല. എടുത്ത് പരിചയത്തിനെക്കാട്ടി ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഇത് കച്ചവടം ചെയ്യുന്നതിനാണ്. അതായത് മൂവി ബിസിനസ് ചെയ്യുന്നതിലാണ് പ്രശ്നം. അതായത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, സാറ്റലൈറ്റ് OTT സംസാരിക്കുക, അതർ ലാംഗ്വേജ് റൈറ്റ്സ്, ഡബ്ബിംഗ് റൈറ്റ്സ് കൊടുക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ചലഞ്ച് വരും. അത് ഈ ഫീൽഡിലുള്ള ആൾക്കാർക്ക് അറിയാം. അപ്പം ഇത് കിട്ടാനുള്ള ചാൻസ് വളരെ വിരളമാണ്. പക്ഷേ നിങ്ങൾക്കത് ശ്രമിക്കാവുന്നതാണ്, അങ്ങനെ ഒരു പടം ഓണാക്കി എടുക്കാവുന്നതാണ്. പക്ഷെങ്കിൽ എക്സ്ട്രീംലി കെയർഫുൾ ആകുക. നേരത്തെ തന്നെ എപ്പിസോഡ്സിൽ പറഞ്ഞ പോലെ
നിങ്ങൾക്കൊരു പ്രൊജക്റ്റിൽ വിശ്വാസമുണ്ട് എന്നും പറഞ്ഞ് ആ പടം ഓടണമെന്നില്ല. അങ്ങനെ ഭയങ്കര വിശ്വാസത്തിലെടുത്ത ഒരുപാട് പടങ്ങൾ പൊട്ടുകയും എനിക്കറിയാവുന്ന ടെക്നിക്കൽ ക്രൂവിൻ്റെ വീടും വസ്തുവൊക്കെ വിറ്റിട്ടാണ് അവർ ആ കടങ്ങൾ തീർത്തത്. അപ്പം ഡയറക്ടേഴ്സ് ടീമിനടുത്തും ടെക്നിക്കൽ ക്രൂവിൻ്റെ അടുത്തും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അങ്ങനെ ചാടി പുറപ്പെടുന്നതിന് മുമ്പായിട്ട് 10 തവണ ചിന്തിച്ചിട്ട് അതിനെ ഇറങ്ങിത്തിരിക്കാവൂ. പിന്നെ ചില ക്യാമറമാൻമാരുടെ ഇപ്പോൾ ഡി ഒ പിയുടെ കാര്യം പറയാൻ, ചില ഡി ഒ പികളുടെ ഈ ക്യാമറ എക്യുപ്മെൻറ്റ്സ് ഫുള്ളും കാണും, ഇൻക്ലൂഡിങ് ഡ്രോൺ കാണും. അപ്പം അങ്ങനെയുള്ള ഡി ഒ പിസിനെയാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഓൾറെഡി ഈ എക്യുപ്മെൻ്റിൻ്റെ പൈസ ഓൾറെഡി റീകൂപ്പ് ചെയ്തതാണെങ്കിൽ ചിലപ്പോൾ അവർ നിങ്ങൾക്ക് ഈ പോസ്റ്റ് റിലീസ് അവർ ചിലപ്പോൾ സമ്മതിച്ചു തരും. പക്ഷെ അതിനുള്ള ബാക്കപ്പ് എന്തെങ്കിലുമൊക്കെ എഴുതി കോൺട്രാക്ട്സ് എഴുതി മേടിക്കും. അപ്പം ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് വെച്ചാൽ ഇതിങ്ങനെ ചാടി പുറപ്പെടണമെന്നല്ല. ഈ ഫസ്റ്റ് ടൈം പടം എടുക്കാൻ നിങ്ങൾ സ്വന്തമായിട്ട് ഫണ്ട് ചെയ്യാൻ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് പറയുവാണ്, സ്വന്തമായിട്ട് ഫണ്ട് ചെയ്യാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് 10 തവണ ചിന്തിക്കുക. ചിന്തിച്ചിട്ട് മാത്രമേ ഇറങ്ങിത്തിരിക്കാവൂ. എപ്പോഴും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് പരിചയമുള്ള പ്രൊഡക്ഷൻ ബാനറിലെടുത്ത് നല്ല ബാനറെടുത്ത് സംസാരിച്ച് ജോയിൻ്റ് ആയിട്ട് പടം ചെയ്യാൻ വേണ്ടി നോക്കുക. ഈ പ്രൊഡക്ഷൻ വാല്യൂ എന്ന് പറയുന്ന സാധനം അവിടെ കയറി വരും. ഈ പ്രൊഡക്ഷൻ വാല്യൂ വരുമ്പം തന്നെ ചിലപ്പം നിങ്ങൾ കാണാത്ത മറ്റേ നുവാൻസസ് ഒക്കെ ചിലപ്പം സ്ക്രിപ്റ്റിൽ അവർ കണ്ടെത്തിയെന്ന് വരും. അത് ഇത് വർക്കൗട്ട് ആകത്തില്ല, ഇത് ക്ലിഷയാണ്. നിങ്ങളിത് വർക്ക് ചെയ്ത് ചിലപ്പോൾ നിങ്ങളുടെ ജഡ്ജ്മെൻറ്റ് പോകും. അപ്പം ഫണ്ടിങ്ങിനെ കുറിച്ച് പറഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾക്ക് ഫണ്ട് ചെയ്യാൻ പറ്റുന്ന സിൻഡിക്കേഷൻ. ഈ സിൻഡിക്കേഷൻ മോഡൽ ഫണ്ടിങ് ആണ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഫണ്ടിങ് എന്ന് പറയും. അത് IT ഫീൽഡിലുള്ളവർ, ഏത് ഫീൽഡ് നിങ്ങളായാലും നിങ്ങളുടെ കുറച്ച് ഫണ്ട് ഇടുന്നു, സുഹൃത്തുക്കളുടെ നിന്ന് പൈസ മേടിക്കുന്നു, അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷെ ഇങ്ങനെ പൈസ മേടിച്ച് നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ബന്ധം അതോടുകൂടി പോവും, കേസും വഴക്കും ബഹളവും ഒക്കെ ആവും. ഇതൊക്കെ ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ ഇതിനകത്ത് ചാടാൻ വേണ്ടി. എനിവേ, താങ്ക് യു വെരി മച്ച് ഫോർ ലിസണിങ് ടു മീ. See you in the next episode.